എൻ്റെ പേര് നാരായണൻ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഉമേഷ് എഞ്ചിനീയറിംഗ് വെള്ളൂർ പുത്തഞ്ചിറ. കോയമ്പത്തൂർ ചെന്ന് വെല്ലിങ്ങിൽ ചെന്ന് വെട്ടു. അവിടെ നിന്ന് തുടങ്ങിയാണ് വെൽഡിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്. കോയമ്പത്തൂർ 8 വർഷം. അവിടെ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ ഷട്ടർ പണി മെയിൻ. നാട്ടിലറിയപ്പെടുന്നത് ഷട്ടർ പണിക്കാരൻ നാരായണൻ എന്നാണ് നാട്ടിലറിയുള്ളൂ. തൃശ്ശൂർ, ജയഭാരത്, കണിയാമ്പുറം, അങ്ങനെ ഒരുപാട് കമ്പനിയിൽ, പ്രീമിയർ, അങ്ങനെ ഒരുപാട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ആർച്ച് മോഡൽ സാധാരണ ഷട്ടർ എന്ന് പറയാൻ. പിന്നീട് ഗീർ ഷട്ടർ വന്നു, കൊളാസ്ട്രൽ ഗേറ്റ് വന്നു. അതിൻ്റെയൊക്കെ വർക്ക് കൊളാസ്ട്രൽ ഗേറ്റിൻ്റെ ഒക്കെ ഉസ്താദായ കൊളാസ്ട്രൽ ഗേറ്റിൻ്റെ വർക്കിൽ അത് ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തികമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. അങ്ങനെ കുവൈറ്റിൽ പോയി, ദുബായിൽ പോയി. ദുബായിൽ നിന്ന് മാന്യത്തിൽ തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ മനസ്സുദിച്ചതും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നത്. 2009 തുടങ്ങി. റോളിംഗ് ഷട്ടർ, ട്രസ് വർക്ക്, ഗേറ്റ് ഗ്രില്ല് ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ബാംഗ്ലൂരുണ്ട്, എൻ്റെ ഒപ്പം കോയമ്പത്തൂർ പണിയെടുത്തവൻ. അവൻ്റെ പ്രസ്സിങ്ങിലാണ് സ്റ്റീൽ വിൻഡോയിലേക്ക് ഇറങ്ങിയത്. മെയിനായിട്ട് സ്റ്റീൽ വിൻഡോ 2 പാളി, 3 പാളി, കിച്ചൺ വിൻഡോ, അതോടൊപ്പം തന്നെ ഡോറുകൾ, എല്ലാവിധ രീതിയിലുള്ള ഡോറുകളും നിങ്ങൾ പറയുന്ന അളവിനുള്ള ഡോറുകൾ ചെയ്തു തരും. വിൻഡോ ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്തത് എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, വെള്ളൂർ സ്കൂൾ എന്ന് പറയും. ആ സ്കൂളിലേക്കുള്ള ഡോറ്, ആ സ്കൂളിലെ മാഷ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു സ്റ്റീൽ ഡോറ് വേണം, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, വിൻഡോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ഞാൻ സാമ്പിളായിട്ട് ഇവിടെ ഉണ്ടാക്കി മാഷെ കാണിച്ചു. മാഷ്ക്ക് ഇഷ്ടമായി. അപ്പോൾ തന്നെ മാഷ് അഡ്വാൻസ് തന്ന് ആ സ്കൂളിൻ്റെ മൊത്തം വിൻഡോസും ഡോറും ഇവിടെ നിന്ന് തന്നെ ചെയ്തത്. അവിടെ നിന്നാണ് തുടക്കം. 2010 ടാറ്റ ഗാൽവിനോ ഷീറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടാറ്റ ഗാൽവിനോ ഷീറ്റ് മില്ലിക്ക് ഓട്ടോമാറ്റിക്ക് മാറുക ചെയ്തത്. കാരണം ഗാൽവിനോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറില്ല. ഗാൽവിനോൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചാൽ പിന്നെ അതിൽ തുരുമ്പേ വരില്ല. നല്ല രീതിയിൽ എപ്പോക്സി അടിച്ച് നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചാൽ പിന്നെ തുരുമ്പെന്ന് പറഞ്ഞ സാധനം അടുക്കില്ല. പിന്നെ പവർ കൂട്ട് ചെയ്താൽ തീരെ വരില്ല. മരം തമ്മിലെന്ന് വെച്ചാൽ ഒന്ന് റേറ്റ് കുറവ് മെയിനായിട്ട്. പിന്നെ മരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രകൃതിയുടെ മാറ്റങ്ങൾ കൊണ്ട് ചെതൽ വരുന്നുണ്ട്, ഉച്ചുകുത്തുണ്ട്. പണ്ടൊക്കെ മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ നിലാവ് നോക്കി ഉച്ചുകുത്താത്ത സാഹചര്യം നോക്കിയിട്ടുള്ള മരം മുറിയായിരുന്നു. ഇന്നതല്ല, എല്ലാ മരം മുറിക്കുക, ഇറക്കുക, അത് തുരുമ്പ് പിടിക്കും. വെഞ്ചതിൽ കയറുന്നുണ്ട്. വെഞ്ചതിൽ എന്ന് പറയുമ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് വരണത് അറിയാൻ പറ്റില്ല. തേക്കടക്കം വെഞ്ചതിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക് നശിക്കാത്തൊരു മുതൽ എന്താണെന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മൾ സ്റ്റീൽ വിൻഡോയിലേക്ക് എല്ലാവരും ഇറങ്ങിയത്. ഇപ്പോഴത്തെ ട്രെൻഡാണ് അത്. ഈ 5 വർഷമായി നല്ല ട്രെൻഡില്ല നിൽക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റീൽ വിൻഡോൻ്റെ ട്രെൻഡാണ്. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ SS-ലും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ആയുഷ് കാലം തിരിഞ്ഞ് നോക്കണ്ട. അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട് സാമ്പിളായിട്ട്. അതിൽ മെയിനായിട്ട് സ്റ്റീലിൻ്റെ ഐറ്റംസ് വിൻഡോസ്, ഹാൻഡ് റെയിൽ, അതാണ് മെയിനായിട്ട് വന്നത്. വിൻഡോസ്, ഡോറ്, ഹാൻഡ് റെയിൽ. ഡോറ് ഒരുവിധം എല്ലാവരും ഇപ്പോൾ റെഡിമെയ്ഡ് ഡോറ് ചൈനയിൽ നിന്നും മലേഷ്യയിൽ നിന്ന് എക്സ്പോർട്ടിങ് ഡോറ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാറ്റയുടെ തന്നെ ഡയറക്റ്റ് ടാറ്റ കമ്പനി ഉണ്ടാക്കുന്ന ഡോറും ഉണ്ട്. അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. ടാറ്റയുടെ കമ്പനിയിൽ നിന്നെല്ലാം ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന ഡോറ് ഞങ്ങളിവിടെ സെയിലുണ്ട്. റോളിംഗ് ഷട്ടറിൻ്റെ വർക്കുണ്ട്. പിന്നെ കൊളാസ്ട്രൽ ഗേറ്റ്, ഹാൻഡ് റെയിൽ, സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ, ഷീറ്റ് വർക്ക്. പിന്നെ WPC ചെയ്യുന്നുണ്ട്. WPC വിൻഡോ എന്ന് പറഞ്ഞൊരു വിൻഡോ ഉണ്ട്, അതും ചെയ്യുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്ന പഴയ ഇത് വെച്ച് നോക്കും. പഴയ ഇത് ചെയ്യിൽ വെച്ചുമ്പോൾ ഇന്ന് മെഷീനറിയുടെ മാറ്റങ്ങളനുസരിച്ച് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. CNC ലേസർ കട്ടിങ്, നമ്മൾ ലേസറിൽ കട്ട് ചെയ്ത ഷീറ്റാണ് ഇത് ചെയ്യുന്നത്. ലേസർ കട്ടിങ് എന്ന് പറയുമ്പോൾ ഇതിൽ ലോക്ക് ഉണ്ട്, ഇതിന് ലോക്ക് സിസ്റ്റം ഉണ്ട്. എല്ലാം ലേസറിലാണ് കട്ട് ചെയ്തിട്ട് ബെൻഡ് ചെയ്യണത്. CNC മെഷീനിലാണ് ബെൻഡിങ്. ആരും ചെയ്യണത് ഇല്ല. ഞാൻ ലോക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ എൻ്റെ മോൻ ഓട്ടോകാർഡാണ്, സിവിൽ എഞ്ചിനീയറിങ് ഓട്ടോകാർഡാണ്. അപ്പോൾ അവൻ തന്നൊരു ഐഡിയയാണ്, അത് ലോക്ക് ചെയ്യാൻ പറ്റും, ലോക്കിംഗ് സിസ്റ്റം പറ്റും. അപ്പോൾ അവർ ഖത്തറിൽ ഡോറിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ലോക്കിംഗ് സിസ്റ്റമാണ് അവർ ചെയ്തിരുന്നത്. ആ സിസ്റ്റം തന്നെ ഇവിടത്തെ ബെൻഡ് ചെയ്യുന്നിടത്ത് ഞങ്ങൾ ലോക്കിംഗ് സിസ്റ്റം ആക്കി മാറ്റുകയാണ് ചെയ്തത്. നല്ല റിസൾട്ട് വെച്ചാൽ അവിടെ വെൽഡിങ് ചെയ്യേണ്ട വരില്ലല്ലോ. ലോക്ക് വരുന്നിടത്ത് വെൽഡിങ് ഇല്ല. അപ്പോൾ ഇത് ഗാൽവിനോ ഷീറ്റിന് വെൽഡ് ചെയ്ത് കൊടുത്ത് മാത്രമേ തുരുമ്പിൻ്റെ അംശം വരുള്ളൂ. അത് നമ്മൾ ബോഡി ഫില്ലർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തുരുമ്പ് വരില്ല.
ബാക്കിയുള്ളിടത്തപ്പോൾ വെൽഡിങ് വേണ്ടല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ഈ ലോക്കിംഗ് സിസ്റ്റം ആക്കിയത്. കാണാനും വൃത്തിയായിരിക്കും. സപ്പോർട്ട് ചെയ്യാനിപ്പോൾ 3 പേരുണ്ട് എനിക്ക് കൂടെ ജോലി ചെയ്യാൻ. എൻ്റെ മരുമോനുണ്ട്, പിന്നെ കുറച്ച് കടക്കാരുണ്ട്. നമുക്ക് നമ്മളെ വർക്ക് കണ്ട് എൻ്റെ ഫിനിഷിങ് കണ്ടിട്ടാണ് എനിക്ക് വർക്ക് തന്നത്. എൻ്റെ വർക്കിൽ അത്രയും ഫിനിഷിങ് ഉണ്ട്. ആ ഫിനിഷിങ് പിന്നെ മെയിൻ്റനൻസിന് എപ്പോൾ വിളിച്ചാലും ചെല്ലും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ ജനല കൊണ്ടുപോയ വീട്ടുകാർ അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ കോൺട്രാക്ടർമാർ എന്നെ വിളിച്ചാൽ ഉടനടി ഞാൻ ചെന്ന് ആ മെയിൻ്റനൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തു കൊടുക്കും. അതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് എല്ലാവരും തേടി വേണ്ടത്. ഞാൻ കൊടുങ്ങല്ലൂർ, പുത്തഞ്ചിറ, അഷ്ടമച്ചിറ, മാള, വെള്ളാനല്ലൂർ, ഇരിഞ്ഞാലക്കുട, പിന്നെ 3 വടിക. ഞാൻ പുതിയ വർക്ക് തുടങ്ങാൻ വേണ്ടി അവർക്ക് എല്ലാ സപ്പോർട്ടും. ഞാൻ ഒരുപാട് എൻ്റെ ശിഷ്യന്മാർ ഒരു 10-200 ശിഷ്യന്മാരുണ്ട്. ഇവർക്കൊക്കെ കമ്പനികൾ ഒരുപാട് പേര് എന്നേക്കാൾ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ചെറുപുരത്തിലൊരു പരമേശ്വരനുണ്ട്, പിന്നെ ഇവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പോയി വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് പോകുന്നതാണ്. ഇപ്പോഴും ആര് തുടങ്ങണമെങ്കിൽ അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യും. ഖത്തറിലായിരുന്നു 7 കൊല്ലം. ഫാമിലി ഭാര്യയുണ്ട്, 2 ആൺപിള്ളേർ, മോളുടെ കല്യാണം കഴിഞ്ഞു, മൂത്ത മകൻ്റെയും കല്യാണം കഴിഞ്ഞു. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറയണമെങ്കിൽ ടാറ്റ ഗാൽവിനോൻ്റെ ഷീറ്റ് കൊണ്ട് ബെൻഡ് ചെയ്തെടുത്താണ് ഈ കട്ട്ള. ഡോറിൻ്റെ ഷീറ്റ് വന്നിട്ട് എക്സ്പോർട്ടിങ് ഷീറ്റാണ് ഗാൽവിനോ. നല്ല ഡോറാണ്. ഇപ്പോൾ പുതിയ മോഡലാണത്. വേറെ 2-3 മോഡലുണ്ട് ഇടയിൽ. ഇത് മെയിൻ ഇപ്പോൾ പുതിയ ട്രെൻഡാണ്. എല്ലാവർക്കും ഡിസൈൻ വേണം. അതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ഡോറ് സെറ്റ് ചെയ്ത്. രാഷ്ട്രീയമുണ്ട്, ബൂത്ത് പ്രസിഡൻ്റാണ്, 15-ാം വാർഡിൻ്റെ ബൂത്ത് പ്രസിഡന്റ്, പിന്നെ കുടുംബ സേവാ സംഘം പ്രസിഡന്റ്, താലൂക്ക് ഖജാൻജി, കുടുംബ സേവാ സംഘത്തിൻ്റെ താലൂക്ക് ഖജാൻജി. ഇത് വലിയ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഇനിയുള്ള കാലത്ത്. ഇത് വലിയ ദോഷമില്ലാണ്ട് നമുക്കൊരു 3 പേരുണ്ട് ജോലിക്കാർ. പുതിയത് 2 ഹെൽപ്പർമാരെ കയറ്റി അവരെ ജോലി പഠിപ്പിച്ച് ഇവിടുന്ന് പഠിക്കുന്നവരൊക്കെ നല്ല ലെവലിൽ പോകുന്നുണ്ട്. പുതിയ വരുന്ന പിള്ളേരെ ജോലി പഠിപ്പിക്കുക, അവരെ ഗൾഫിലേക്ക് പോകാവുന്നവരാണെങ്കിൽ ഗൾഫിലേക്ക്, സ്വന്തം തുടങ്ങുകയാണെങ്കിൽ സ്വന്തം തുടങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇതാണ് ലക്ഷ്യം. പിന്നെ ഗ്യാസ് ലൈനിൻ്റെ വർക്കുണ്ട്. വീടുകളിലുള്ള ഗ്യാസ് ലൈനില്ലേ, അതിൻ്റെ വർക്ക് നമ്മൾ കൊടുക്കുന്ന വീടിൻ്റെ ജനലയുടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഗ്യാസ് ലൈനിൻ്റെ വർക്ക് ഉണ്ടാവും, ഹാൻഡ് റെയിൽ ഉണ്ടാവും. അത് രണ്ടും നമ്മൾ ചെയ്തു കൊടുക്കും. ഹാൻഡ് റെയിൽ ചെയ്യും, ഗ്യാസ് ലൈനിൻ്റെ വർക്ക് ഗ്യാസിൻ്റെ കുറ്റി പുറത്ത് വെച്ചിട്ട് ഉള്ള ഒരു സിസ്റ്റം അതും കൂടി ചെയ്തു കൊടുക്കണം. ഉയർച്ചയുണ്ട്. ഞാൻ വരുമ്പോൾ ഞാൻ വെറും 0 ആയിരുന്നു. ഞാൻ സ്ഥാപനം തുടങ്ങുമ്പോൾ വെറും 0 ആയിരുന്നു. ഈ സ്ഥാപനത്തിൽ തന്നെ അധ്വാനിച്ച് പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ട് തന്നെ എൻ്റെ മക്കളെ പഠിപ്പിച്ചത്, മോളെ കല്യാണം നടത്തി. പിന്നെ ഇത്തരം സ്ഥാപനം ഇവിടെ വന്നതിന് ശേഷം ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ഒരു സത്യൻ ചേട്ടനുണ്ട്. ആളുള്ളൊരു ഹെൽപ്പും കൂടി എനിക്കുണ്ടായിരുന്നു ഇവിടെ തുടങ്ങിയപ്പോൾ, സാമ്പത്തിക ഹെൽപ്പ്. അതിൻ്റെ പേരിൽ ഈ വിൻഡോയിലേക്ക് തന്നെ ഇറങ്ങിയത് തന്നെ ആളുടെ സാമ്പത്തിക ഹെൽപ്പും കൂടി ഉള്ളതിൻ്റെ പേരിൽ. പിന്നെ ഇപ്പോൾ അതേ മരുമോൻ്റെ സപ്പോർട്ടുണ്ട്, മക്കളുടെ സപ്പോർട്ട്, പിന്നെ കൂടെ ജോലി ചെയ്തവരെല്ലാവരും സപ്പോർട്ടുണ്ട്. പാളി അടക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പാളി അടക്കണം. പാളിയാണെങ്കിൽ കുറ്റിയും കുളത്തും ഉണ്ടാവും. പാളി അടക്കം. ഗ്ലാസ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു ഗ്ലാസ് ഇടുന്നതിന് നമ്മൾ അതിൻ്റെ ചാർജ് എത്രയെന്ന് വെച്ചാൽ ചാർജ് മേടിക്കും. ഒരു ഗ്ലാസ് ഇടാൻ നമ്മൾ ഇവിടുന്ന് പണിക്കാരെ വിടും, ജോലിക്കാരെ ഇവിടുന്ന് വിടും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഗ്ലാസ് അവർ ഗ്ലാസ് കസ്റ്റമർ മേടിച്ചെണ്ണം, സിലിക്കോൺ അവർ മേടിച്ചെണ്ണം. അവിടെ വരുമ്പോൾ അവരെ കൂലി കസ്റ്റമറിൽ നിന്ന് മേടിക്കും. ഇല്ലില്ല, ഡാമേജ് വരില്ല. അത് അവർ ശ്രദ്ധിച്ച് ചെയ്താൽ താഴെ ഇടാണ്ടിരുന്നാൽ മതി. ഈ മെറ്റീരിയൽ താഴെ വീഴാണ്ടിരിക്കണം. ജനല മുകളിൽ നിന്നൊക്കെ വീണ ഇതാകും, ഞെളങ്ങിപ്പോവും. കൃത്യമായിട്ട് വർക്ക് അറിയുന്ന കൽപ്പണിക്കാരൻ വെക്കണമെങ്കിൽ നല്ല വൃത്തിയിലും വെടുപ്പിലും വെക്കാൻ പറ്റും. ആദ്യം താഴെ വെച്ച് പരുക്കം നിറച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ജനല കയറ്റി വെച്ച് ഫിറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ശരിയായ തിയറി. അല്ലെങ്കിൽ വെച്ച് പണിയണം. പണി തുടങ്ങുമ്പോൾ തന്നെ വെച്ച് പണിയുന്നതാണ് ഏറ്റവും സ്ട്രോങ്. പഴയ വീടിൻ്റെ ജനല ചെതൽ പിടിച്ച് പോയത് ഞങ്ങളുടെ കെയറപ്പിൽ തന്നെ പണിക്കാരെ ഞങ്ങൾ കൊണ്ടുപോയി, ഞങ്ങൾ തന്നെ ആ ജനല അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ തന്നെ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഫിറ്റ് ചെയ്ത് തേച്ച് കൊടുക്കും. അതിന് പണിക്കാശ് വേറെ മേടിക്കും, ലേബർ മേടിക്കാനുള്ളത്. പഴയ ഡോറ് കേടുവരാത്ത ഡോറാണെങ്കിൽ ആ ഡോറിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ കട്ട്ള പണിയും. കട്ട്ള പണിത് ആ പഴയ കട്ട്ള എടുത്തിട്ട് അവിടെ പുതിയ കട്ട്ള വെച്ച് ആ ഡോർ അതുമ്പോൾ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ മെയിനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള വർക്ക്. അതാണ് ആരും ചെയ്യുന്നില്ല. അത് ഇപ്പോൾ ഇവിടെ പഴയ കട്ടിലെടുത്ത് പുതിയ കട്ടില വെച്ച് പഴയ ഡോറ്, മരത്തിൻ്റെ ഡോറാണെങ്കിൽ ആ മരത്തിൻ്റെ ഡോർ അതുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഫീൽ ചെയ്ത് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഭരിക്കാൻ ആരുമില്ല. നമ്മൾ ഫ്രീ ആണ്. ഇന്ത്യയിൽ പണിയെടുക്കും. ഇന്ത്യയിൽ എവിടെ ജോലി ചെയ്താലും നമ്മൾ ഫ്രീയാണ്. പുറത്ത് ജോലി ചെയ്താൽ അതല്ല, നമ്മൾ മറ്റുള്ളവരുടെ അടിമകളാണ്. അവർ പറയുന്ന ഇത് വിട്ട് നമുക്ക് അനങ്ങാൻ പറ്റില്ല.
നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം, അതാണ് പ്രധാനം. പിന്നെ ഇത്രയും നമ്മുടെ കേരളത്തിൻ്റെ മാതിരിയൊരു സന്തോഷം, അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ രാജ്യം ലോകത്തില്ല. തഞ്ചര പഞ്ചായത്തിൽ വെള്ളൂർ ഹൈസ്കൂളിനോട് തൊട്ട് ഉമേഷ് എഞ്ചിനീയറിംഗ് നെടുമുറി കോംപ്ലക്സ്